ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 23 സബ്സെക്ഷൻ 2-ൽ ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു വർഷം മുഴുവനായിട്ട് ആ ടാക്സ് പെയർ, അതായത് ആരാണോ അതിൻ്റെ ഓണർ, ആ പ്രോപ്പർട്ടിയുടെ ഓണർ, അദ്ദേഹം സ്വന്തം താമസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടീനെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻസ് താമസിക്കുകയാണെങ്കിലും അതിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയാവുന്നത്. ഈ അസസ്മെൻറ്റ് ഇയറിൽ 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 23 സബ്സെക്ഷൻ 2 പ്രകാരം സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയെക്കുറിച്ച് ഇൻകം ടാക്സ് ആക്റ്റിൽ നമുക്ക് പറയാവുന്നത്. അപ്പോൾ എന്താണ് ഞാൻ ആദ്യം ഒരു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ ടാക്സ് പെയർ വിച്ച് ഈസ് ഒക്കുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം മുഴുവനായിട്ട് ആരായിരിക്കണം താമസിക്കേണ്ടത്? ബൈ ദ ഓണർ ഫോർ ദ പർപ്പസ് ഓഫ് ഹിസ് ഓൺ റെസിഡൻസ് ആൻഡ് ഈസ് നോട്ട് ആക്ച്വലി ലെറ്റ് ഔട്ട് ഡ്യൂറിങ് ദ ഓൾ ഓർ എനി പാർട്ട് ഓഫ് ദി ഇയർ. ഒരിക്കലും ആ മുഴുവൻ വർഷത്തിൽ ഒരു ചെറിയൊരു ഭാഗം പോലും നമ്മൾ എന്തിന് കൊടുക്കാനായിട്ട് പാടില്ല? ലെറ്റ് ഔട്ടിന് കൊടുക്കാനായിട്ട് പാടില്ല. The property not occupied by the owner for his residence cannot be treated as a self-occupied property. നമ്മൾ താമസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അതെന്തായിട്ട് പറയാനായിട്ട് സാധിക്കില്ല? ഒരു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് തീരുമാനിക്കാനായിട്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൻ്റെ കണ്ടീഷൻസ്, സർട്ടൻ കണ്ടീഷൻസ് ആണ് ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ദ ടാക്സ് പെയർ ഓൺസ് എ പ്രോപ്പർട്ടി. ആരാണോ ആ പ്രോപ്പർട്ടിയുടെ ഓണർ അദ്ദേഹമായിരിക്കും നമുക്ക് ടാക്സ് പെയർ ആയിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് സച്ച് എ പ്രോപ്പർട്ടി കനോട്ട് ആക്ച്വലി ബി ഒക്കുപ്പൈഡ് ബൈ ഹിം owing to his employment, business or profession carried on at any other place and he has to reside at the other place in a building not on to him. ഇനി ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ ആക്ച്വലായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്നില്ല. ആരാണോ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി അദ്ദേഹം ആ വീട്ടിൽ താമസിക്കാത്തതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ ജോലി കാരണമോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രൊഫഷനോ കാരണം വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ താമസിക്കേണ്ടി വരികയാണെങ്കിൽ അതിനെയും നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറയാം. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ താമസിക്കാത്തത് എന്നുണ്ടെങ്കിലും നമുക്കിവിടെ ആ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ പ്രോപ്പർട്ടി മെൻഷൻഡ് ഇൻ ദ എ എബവ് ഓർ പാർട്ട് ദെയർ ഓഫ് ആൻഡ് ഈസ് നോട്ട് ആക്ച്വലി ലെറ്റ് ഔട്ട് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ. പക്ഷേ നമ്മൾ താമസിക്കുന്നില്ല, നമ്മൾ ആ വീട് ക്ലോസ് ചെയ്തുകൊണ്ട് വേറൊരു സ്ഥലത്തായിരിക്കണം ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രൊഫഷന് വേണ്ടി താമസിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാകാനായിട്ട് പാടില്ല. ലെറ്റ് ഔട്ടായിട്ട് നമുക്ക് ഒരിക്കലും ആ വീടിനെ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ പാടില്ല ത്രൂ ഔട്ട് ദ ഇയർ. ആ ഏതാണോ ആ പ്രീവിയസ് ഇയർ ആ വർഷം മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നോ അതർ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം സച്ച് എ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വേറൊരു ബെനിഫിറ്റ് നമുക്ക് ലഭിച്ചതായിട്ട് കണക്കാക്കാനായിട്ട് പാടില്ല. ഒരു ബെനിഫിറ്റും അതിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് ആ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാക്കായി എടുക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് അല്ലെങ്കിൽ നില്ലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പറഞ്ഞൊരു കാറ്റഗറിയിൽ എന്തെങ്കിലും ഇൻകം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാനായിട്ട് പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ,
From the above computation, it can be observed that income from house property in the case of self-occupied property will be either nil if there is no interest on housing loan or negative, that is loss to the extent of interest on housing loan. ഇനി നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ബിൽഡിങ് അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ പലിശ എത്രയാണോ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാവുകയും അതിൽ എന്തെങ്കിലും ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? ലോസ് ഓഫ് ദ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഡിഡക്ഷൻ എത്ര രൂപ വരെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. 2 ലക്ഷം അല്ലെങ്കിൽ 30,000 രൂപ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോഴത്തെ കേസിൽ 2 വീടുണ്ടെങ്കിൽ 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതേസമയം 31 മാർച്ച് 99 മുമ്പുള്ളതാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് എത്രയേ ലഭിക്കുള്ളൂ? ഒരു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ 30,000 വരെയാണ് നമുക്ക് ലഭിക്കുന്നത്. So the deduction in respect of the interest on housing loan in case of a self-occupied property cannot exceed 2 lakh. 2 വീടിനും കൂടിയിട്ടാണ് എത്ര രൂപയിൽ വർദ്ധിക്കാൻ പാടില്ല? 2 ലക്ഷത്തിനേക്കാൾ വർദ്ധിക്കാൻ പാടില്ല, or ₹30,000 ആസ് ദ കേസ് മേ ബി. അപ്പോൾ എന്താണോ അവിടെ പറയുന്ന കണ്ടീഷൻസ് അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് 2 ലക്ഷമാണ് 2 വീടിനും കൂടി കിട്ടുക, അതും അല്ലെങ്കിൽ നമുക്ക് 30,000 വരെയാണ് കിട്ടുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വീടിനും കൂടിയിട്ടാണ് നമുക്ക് എത്ര രൂപ ലഭിക്കുന്നത്? ഈ 2 lakh എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ റെസിഡൻഷ്യൽ പർപ്പസ് ആണെങ്കിലും നമുക്ക് 2ൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? അപ്പോൾ മുൻ വർഷങ്ങളിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് മാത്രമേ നമുക്ക് എക്സംഷൻ ലഭിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എക്സംഷൻ ലഭിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 23 സബ്സെക്ഷൻ 4 പ്രകാരം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിത്ത് ഇഫക്റ്റ് ഫ്രം 2020-21 തുടങ്ങിയിട്ട് ഒരു പേഴ്സണ് 2 റെസിഡൻഷ്യൽ ഹൗസ് 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് നമുക്ക് എക്സംഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? നില്ലായിരിക്കും. ഇഫ് എ പേഴ്സൺ ഹാസ് മോർ ദാൻ 2 such property, then the self-occupied property benefit will be granted only in respect of any 2 property, and the other property or properties will be treated as deemed to be let out. ഇനി 2ൽ കൂടുതൽ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണമാണ് 2നേക്കാൾ കൂടുതലുള്ളത്, ആ പ്രോപ്പർട്ടീനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും? ഇൻകം ഫ്രം ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് കമ്പ്യൂട്ടഡ് ഇൻ ദ സെയിം മാനർ ആസ് ഡിസ്കസ്ഡ് ഇൻ ദ കേസ് ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. നമ്മൾ എങ്ങനെയാണോ മുമ്പ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് 2ൽ കൂടുതൽ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനെ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടെത്തുക, അതുപോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് കണ്ടെത്തുകയും ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്ത് നെറ്റ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഡക്ഷൻ ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ലക്ഷം വരെ അല്ലെങ്കിൽ 30,000, അതിൽ പറയുന്ന കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഇനി അത് നമ്മൾ പഠിച്ചത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എത്രത്തോളമാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.
ഇവിടെയും സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരമാണ് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. അവിടെയും ഈ പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 24B എന്ന് പറയുന്നത് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഇൻ കേസ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആർ സെയിം ആസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. എങ്ങനെയാണോ നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരം ഡിഡക്റ്റ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇനി വേറൊരു വേർഡ്സിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഡിഡക്ഷൻ അവൈലബിൾ ടു എ ടാക്സ് പേയർ ഹീസ് എൻ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 24B പ്രകാരം ഇൻ റെസ്പെക്ട് ഓഫ് എ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 1/5 ഓഫ് ദ ഇൻട്രസ്റ്റ് പെർട്ടൈനിങ് ടു പ്രീ കൺസ്ട്രക്ഷൻ. അതായത് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമുക്ക് 5 വർഷത്തിൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 ഇൻസ്റ്റാൾമെൻറ്റിന് നമുക്ക് എന്തായിട്ട് പറയാം, 1/5 ഓഫ് ദ ഇൻട്രസ്റ്റ് പെർട്ടൈനിങ് ടു പ്രീ കൺസ്ട്രക്ഷൻ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ളതാണ് നമ്മൾ 1/5 ഭാഗം എടുക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെക്ഷൻ 24B എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണോ ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ അപ്ലിക്കബിൾ ആകുന്നത്. അതായത് നമ്മളുടെ പ്രീ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 1/5 ഭാഗം 5 വർഷത്തേക്കാണ് നമുക്ക് ഡിഡക്ഷൻ ഉള്ളത്. അത് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/5 എന്ന് പറയുന്നു. പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ വർഷം എത്രയാണോ എലിജിബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. In case of self-occupied properties, aggregate deduction under section 24B cannot exceed rupees 2 lakh. 2 ലക്ഷത്തിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ലക്ഷം എന്ന് പറയുന്നതാണ് മാക്സിമം ലിമിറ്റ്, അല്ലെങ്കിൽ 30,000 എന്ന് പറയുന്നതാണ് മാക്സിമം ലിമിറ്റ്. അതിൽ പറയുന്ന സെർട്ടൈൻ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്ന സെർട്ടൈൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ക്യാപിറ്റൽ ഈസ് ബോറോഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/1999. ഞാൻ നേരത്തെ പറഞ്ഞു 31/3/99 മുമ്പാണെങ്കിൽ 30,000 കിട്ടുള്ളൂ. അതിന് ശേഷമാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ലക്ഷമാണ്. അപ്പോൾ ക്യാപിറ്റൽ നമ്മുടെ ബോറോ ചെയ്തിട്ടുള്ളത് എന്നായിരിക്കണം, ആഫ്റ്റർ 1/4/99 ശേഷമാണെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇറ്റ് ഈസ് ബോറോഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം, എക്വിസിഷൻ ആയിരിക്കാം. പക്ഷെ ഒരിക്കലും എന്തിനാവാൻ പാടില്ല, റിപ്പയറിനോ റിന്യൂവലിനോ റീകൺസ്ട്രക്ഷനോ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ലോൺ ആവാൻ പാടില്ല. ആ കേസിൽ മാത്രമേ നമുക്ക് എത്ര രൂപ കിട്ടുള്ളൂ, 2 ലക്ഷം എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത് എക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 5 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ക്യാപിറ്റൽ വാസ് ബോറോഡ്. എന്നാണോ നമ്മൾ ക്യാപിറ്റൽ ബോറോ ചെയ്തിട്ടുള്ളത് ആ ബോറോ ചെയ്തതിന് 5 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എക്വിസിഷൻ പ്രൊസീജിയറോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനേക്കാൾ കൂടാനായിട്ട് 5 വർഷത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ എക്വിസിഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഫോർത്ത് കണ്ടീഷൻ പറയുന്നത് ദ പേഴ്സൺ എക്സ്റ്റെൻഡിങ് ദ ലോൺ സർട്ടിഫിക്കറ്റ് ദാറ്റ് സച്ച് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദ എമൗണ്ട് അഡ്വാൻസ്ഡ് ഫോർ എക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് or as refinance of the principal amount outstanding under the earlier loan taken for acquisition or construction of the property. നമ്മളിവിടെ പറയുന്നത് നമ്മളുടെ ലോൺ എടുത്തിട്ടുള്ളത് ഈ എക്വിസിഷന് വേണ്ടിയിട്ടോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, അതിന് പ്രൂഫ് കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുള്ളൂ. ഈ 4 കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് കിട്ടുന്നത്. ആദ്യം പറഞ്ഞത് 1/4/99 ശേഷമായിരിക്കണം ലോൺ എടുത്തിട്ടുള്ളത്. ലോൺ എടുത്തിട്ടുള്ളത് എക്വിസിഷനോ കൺസ്ട്രക്ഷനോ വേണ്ടിയിട്ടായിരിക്കണം. തേർഡ് കണ്ടീഷൻ പറഞ്ഞത് ആ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതോ എക്വിസിഷൻ എന്ന് പറയുന്നതോ ലോൺ എടുത്ത 5 വർഷത്തിനുള്ളിൽ തീർന്നിരിക്കണം. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് എക്വിസിഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം.
If any of the above condition is not satisfied, then the limit of rupees 2 lakh will be reduced to 30,000. ഞാൻ നേരത്തെ പറഞ്ഞു certain conditions എന്ന് പറയുന്നത് ഈ 4 കണ്ടീഷൻസും ഒരു ടാക്സ് പെയർക്ക് അല്ലെങ്കിൽ ഒരു SSCക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടില്ല. അത് എത്രയിലേക്ക് റെഡ്യൂസ് ചെയ്യും? 30,000ലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ടാക്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത് എന്ന് സ്റ്റുഡൻസിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2 എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ചോദ്യം വായിക്കാം. മിസ്റ്റർ ലാസർ ഓൺസ് എ ഹൗസ് വിച്ച് ഈസ് സെൽഫ് ഓക്കുപ്പൈഡ് ബൈ ഹിം ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ 2020-21. The following are the details. Municipal value 83,000, fair rental value 80,000, municipal tax paid 8,300, repairs paid 1,000, interest on loan for the previous year 15,000. Compute the income from house property. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ലെറ്റ് ഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ വാല്യൂയും ഫെയർ റെൻ്റൽ വാല്യൂയും കൂടി നോക്കിയിട്ട് അതിലേതാണോ ഹയസ്റ്റ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടേഷനാണ് പോകുന്നത്. പക്ഷേ ഇവിടെ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ഫോർ ദ പ്രീവിയസ് ഇയർ 15,000 റുപ്പീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ദർ ഈസ് എനി ഇൻകം ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി, ഇവിടെ ഇൻകം ഇല്ല, അതിന് പകരം നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഈ ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ വരുമ്പോൾ അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദ പ്രോപ്പർട്ടി ഈസ് എ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിട്ട് എടുക്കണം, 0 ആയിട്ട് എടുക്കണം. പക്ഷേ നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരം അതിൽ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ചന്ദ്രൻ ഓൺസ് 2 houses. Both the houses are used by him for self occupation. 2 ഹൗസ് ഉണ്ട്. ആ 2 ഹൗസും അയാൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഹൗസിൻ്റെ മുനിസിപ്പൽ വാല്യൂ 60,000 ആണ്, ഫെയർ റെൻ്റൽ വാല്യൂ 65,000, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 3,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 30,000. ഇത്രയാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടെത്തുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ ഫസ്റ്റ് 2 സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് നമുക്ക് എന്താണ്, നില്ലാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, നില്ലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 30,000 ആണ് ഫസ്റ്റ് ഹൗസിന് കിട്ടിയിട്ടുള്ളത്, അത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ നില്ലായിട്ടാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇവിടെ 30,000 ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 30,000 നമുക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഹൗസിലും ഇതുപോലെ തന്നെ മുനിസിപ്പൽ വാല്യൂ 80,000 തന്നിട്ടുണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ 83,000, മുനിസിപ്പൽ ടാക്സ് 4,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 25,000. നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, നില്ലായിട്ടാണ് എടുക്കുന്നത്. അവിടെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഒരിക്കലും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെറ്റ് ആനുവൽ വാല്യൂ കണ്ടെത്താനായിട്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സെക്ഷൻ 24 സബ്സെക്ഷൻ ബി പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 25,000 ആണ്. ആ 25,000 നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മിസ്റ്റർ ചന്ദ്രൻ്റെ 2 ഹൗസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രൻ്റെ 2 ഹൗസിന് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്? ഹൗസ് പ്രോപ്പർട്ടി 1 എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ലോസ് ആണ് വന്നിട്ടുള്ളത്. എത്ര രൂപ വന്നിട്ടുണ്ട്? 30,000 വന്നിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി 2ന് അദ്ദേഹത്തിന് ലോസ് തന്നെയാണ് വന്നിട്ടുള്ളത്, 25,000. അപ്പോൾ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 55,000 ആണ് അദ്ദേഹത്തിൻ്റെ ലോസ് എന്ന് പറയുന്നത്. ഇത് ഈ പ്രൊപ്പോർഷൻ മൊത്തമായിട്ട് അതെന്താണ്? ഇൻട്രസ്റ്റ് ആണ്.
ഓക്കെ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി രണ്ട് ഹൗസും ആയതുകൊണ്ട് ഇവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, ഞാൻ ചോദ്യം വായിക്കാം. തോമസ് ഓൺസ് എ ഹൗസ് വിച്ച് ഈസ് ലെറ്റ് ഔട്ട് ഓൺ എ മന്ത്ലി റെന്റ് ഓഫ് ₹4,000. The municipal value of the house is 50,000 and its fair rental value is ₹49,000. He paid a municipal tax of ₹2,500 during the previous year. He has borrowed ₹2 lakh at the rate of 12% per annum for the construction of the house on 1st May 2017. The construction was completed on 30th November 2019. The loan is not repaid till 31st March 2021. Compute income from house property. ഇത്രയാണ് നമുക്ക് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തോമസിൻ്റെ ഓൺ ഹൗസ് ആണ്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്, അദ്ദേഹത്തിന് റെൻറ്റ് കിട്ടുന്നത്, മന്ത്ലി റെൻറ്റ് കിട്ടുന്നത് എത്രയാണ്? ₹4,000 ആണ്. അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിലേതാണോ ഹയസ്റ്റ് വരുന്നത് അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്? മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഡിഡക്ഷൻ വരുന്നത് സെക്ഷൻ 24 സബ്സെക്ഷൻ എ പ്രകാരം സ്റ്റാൻഡേർഡ് റെൻറ്റ് 30% ഓഫ് ദ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 lakh തന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്. അത്രയാണ് ഇദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത്. 12% നമ്മുടെ പലിശ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലും അതുപോലെ തന്നെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എല്ലാതും 4 കണ്ടീഷൻസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണക്കാക്കും. അതായത് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അതേ ഇൻറ്റു 12% എന്ന് പറയുമ്പോൾ നമുക്ക് 24,000 രൂപ കിട്ടും. ഇത് നമ്മളുടെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം പ്രിൻസിപ്പൽ എമൗണ്ടുമേ ഇൻറ്റു 12 ചെയ്യുന്നതാണ്. നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ഇൻട്രസ്റ്റും കൂടിയും കമ്പ്യൂട്ട് ചെയ്യണം. 1/5 ഓഫ് ദ ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോൺ എന്ന് പറയുന്നത് എന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്? ലോൺ എടുത്തിട്ടുള്ളത് 1/5/17 ലോൺ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 30th November 2019 വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള മാർച്ച് ആണ് നമ്മൾ ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നവംബർ 2019 വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നത് 31/3/2019 വരെയാണ് നമ്മൾ എടുക്കുന്നത്. 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടമാണ് എടുക്കുന്നത്. നവംബർ 2019 എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 31st March 2019 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര മാസം വന്നു എന്നുള്ളതാണ്. 1/5/2017 മുതൽ വീണ്ടും 1/5/2017 വരെ നമുക്ക് വരുന്നത് 12 മാസമാണ്. അതായത് 1/5/2017 മുതൽ 31/3/2019 വരെയുള്ള മാസം കണക്കാക്കാൻ ആദ്യം നമ്മൾ 1/5/17 മുതൽ 30/4/2017 വരെ നോക്കുമ്പോൾ നമുക്ക് 2018 വരെ നോക്കുമ്പോൾ നമുക്ക് 12 മാസം വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? 1/5/18 മുതൽ 31/3/19 വരെ നോക്കുമ്പോൾ 11 മാസമാണ് വരുന്നത്. ടോട്ടൽ 23 months ആണ് വരുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 1/5/17 മുതൽ 31/4/19 വരെയാണ് നമുക്ക് 2 വർഷം വരുന്നത്, അല്ലെങ്കിൽ 24 മാസം വരുന്നത്. അതിൽ 1 മാസമാണ് നമുക്ക് കുറവ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര നാൾ വന്നിട്ടുണ്ട്? 23 months ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് 2 ലക്ഷം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 12%, അത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതാണ് 12% വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്നത് 23/12 എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ്റെ
ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 23 എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/5/17 മുതൽ 31/3/2019 എന്ന് പറയുന്ന കാറ്റഗറി എടുത്തിട്ടുള്ളത്. ഈ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നവംബർ 2019 നമ്മളുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള മാർച്ച് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 12/100 ഇൻറ്റു 23/12. 23 എന്ന് പറയുന്നത് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ 23 എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് വരുന്നത്? 46,000 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഈ 46,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ 1/5 ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മുടെ ടോട്ടൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 46 ആണ്. അതിൻ്റെ 1/5 എന്ന് പറയുമ്പോൾ 9,200 മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിൽ 24,000, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ 9,200 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോവുക. അതായത് നമുക്കിവിടെ മുനിസിപ്പൽ വാല്യൂ 50,000 വന്നിട്ടുണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ 49,000 ആണ് വന്നിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ് എന്ത്? 50,000. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയാണ്? മന്ത്ലി റെൻ്റ് ലഭിച്ചിട്ടുള്ളത് 4,000 രൂപയാണ്. 4,000 ഇൻറ്റു 12, അതായത് 4,000 പെർ മന്ത് വരുമ്പോൾ ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 48,000 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഈ 50,000 എടുത്തത്. അതായത് സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യുന്നത് ഏതാണോ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, അത് ഹയസ്റ്റ് എമൗണ്ട് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് റെൻറ്റിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 50,000 കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആക്ച്വൽ റെൻ്റാണ് നോക്കുന്നത്. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് 4,000 പെർ മന്ത് ആയതുകൊണ്ട് ഇൻറ്റു 12 വരുമ്പോൾ 48,000 കിട്ടി. ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഞാൻ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാം? മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര രൂപയാണ്? 2,500 രൂപയാണ്. അപ്പം നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 47,500 രൂപയാണ് നമ്മുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ 47,500 നിന്ന് നമുക്ക് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അണ്ടർ സെക്ഷൻ 24A പ്രകാരം നമുക്ക് എത്ര കിട്ടും? 30% ഓഫ് 47,500 കിട്ടും. നമുക്ക് എത്രയാണോ ആനുവൽ വാല്യൂ അതിൻ്റെ 30% നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അതായത് 14,250 രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ സെക്ഷൻ 24A പ്രകാരം. ഇനി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അണ്ടർ സെക്ഷൻ 24Bയിൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. ഒന്ന് 24,000, ഒന്ന് 9,200. അതായത് 24,000 പ്ലസ് 9,200. അപ്പം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 33,200. അപ്പം നമുക്ക് ടോട്ടൽ ഇവിടെ ലഭിക്കുന്നത് 24,000ഉം 9,200 വരുമ്പോൾ ടോട്ടൽ നമുക്ക് ഡിഡക്ഷൻ എത്ര രൂപ കിട്ടും? അതായത് 47,450 ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ 47,500 കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയുള്ളൂ? 50 ഉള്ളൂ. ഈ 50 റുപ്പീസ് എന്ന് പറയുന്നതാണ് എന്തായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ നോക്കുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 വഴി നമ്മൾ കണ്ടെത്തുകയും അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു. ദെൻ നമുക്ക് കിട്ടിയത് ആനുവൽ വാല്യൂ ആണ്. അണ്ടർ സെക്ഷൻ 24A പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് 30% ഓഫ് ദ ആനുവൽ വാല്യൂ ആണ്. പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 24 സബ്സെക്ഷൻ B പ്രകാരം നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ പോസ്റ്റ് കൺസ്ട്രക്ഷൻ 24,000ഉം പ്രീ കൺസ്ട്രക്ഷനിൽ 9,200 ഉണ്ട്. അങ്ങനെ 24,000 9,200 വരുമ്പോൾ നമുക്ക് വരുന്നത് 33,200 ആണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. 14,250 പ്ലസ് 33,200 എന്ന് പറയുമ്പോൾ 47,450 ആണ് ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത്. ഈ 47,500 നിന്ന് 47,450 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 50 രൂപയാണ് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണ് ഇൻകം ഫ്രം
ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഒരു പ്രീ കൺസ്ട്രക്ഷൻ പോസ്റ്റ് കൺസ്ട്രക്ഷനിൽ വരുന്ന ഇൻട്രസ്റ്റ് അടക്കമുള്ള ഒരു കമ്പ്യൂട്ടേഷനും കൂടി എടുത്തുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.